चीनी के दाम बढ़ रहे हैं 20 अगस्त से लेके 60 से 65 हो रहा, क्या कुछ कहेंगे इस पे? देखिए, ये तो जो है मुसलमानों को सबक सिखाने का एक नया पैटर्न, मुस्लिमों को ही ठीक करने के लिए, उनको जो है जवाब देने के लिए, उनको सबक सिखाने के लिए चीनी का दाम बढ़ाया जा रहा है। जो है ये एक बड़ी प्लानिंग चल रही है मोदी गवर्नमेंट की जो है और आरएसएस की जो है कि मुसलमानों को ठीक करना है तो चीनी का दाम बढ़ाना पड़ेगा जो है बेसिकली, क्योंकि सबसे ज्यादा जो है चीनी का उपयोग मुसलमान करते हैं बेसिकली जो है। ചോദ്യം പഞ്ചസാരയുടെ വില വല്ലാതെ വർദ്ധിക്കുകയാണല്ലോ, എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകയുടെ ചോദ്യം എന്ന് പറയുന്നത്. ഉത്തരം അത് RSSന്റെ ഒരു സ്ട്രാറ്റജിയാണ്, നരേന്ദ്രമോദിയുടെ ഒരു സ്ട്രാറ്റജിയാണ്. എന്താണ് സ്ട്രാറ്റജി? രാജ്യത്തെ മുസ്ലിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ്. കാരണം അവരാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉപയോഗിക്കുന്നത്. ആലോചിക്കണം, ഈ സംഘ് പരിവാർ ഒരു ജനതയെ അന്ധഭക്തരാക്കി എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞ ഒരു വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്താണ്? കൺവിൻസ്ഡ് ബൈ ഇഡിയറ്റ്സ്. ഈ പറയുന്ന സംഘ് പരിവാർ നേതൃത്വം അന്ധന്മാരാക്കി, പൊട്ടന്മാരാക്കി, കഴുതകളാക്കി, ബുദ്ധിയില്ലാത്തവരാക്കി, ചാണകം തീറ്റിക്കുന്നവരാക്കി, മൂത്രം തിന്നുന്നവരാക്കി, മൂത്രം കുടിക്കുന്നവരാക്കി മാറ്റിയ ഒരു കൂട്ടം കഴുതകൾ രാജ്യത്ത് ഈ പറയുന്ന എന്നാ നിങ്ങളൊന്ന് ആലോചിക്കണം. മുസ്ലിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നു, അതുകൊണ്ട് ആ മുസ്ലിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാനാണിത്. അപ്പോൾ ഈ പഞ്ചസാരയുടെ വില വർദ്ധിച്ചത് മുസ്ലിങ്ങൾ പഞ്ചസാര വാങ്ങുമ്പോൾ മാത്രമേ വില കൂടുന്നുള്ളൂ. രാജ്യത്ത് ആര് പഞ്ചസാര വാങ്ങിയാലും ആ പഞ്ചസാരയുടെ വില ഇപ്പം എത്രയാ? 60, 65 ഓക്കെ, എത്രയാണെങ്കിലും. അപ്പോൾ അതിനിപ്പോൾ 40 വാങ്ങുകയാണെങ്കിലും എല്ലാവർക്കും ഒരേ വിലയല്ലേ? മുസ്ലിമിന് 60, മറ്റുള്ളവർക്ക് 40, അങ്ങനെയുണ്ടോ? അപ്പം ഇവന് സ്വന്തം പോക്കറ്റിൽ നിന്ന് ഈ കാശ് എടുത്ത് കൊടുക്കുമ്പോൾ ഇത് ചിന്തിക്കുന്നില്ലേ, ഇത് മുസ്ലിങ്ങളെ പാഠം പഠിപ്പിക്കാനാണോ? സംഭവം ശരിയാ, പറഞ്ഞതിൽ പകുതി ശരിയാ. ഇത് പാഠം പഠിപ്പിക്കാനാ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാനാ? ആരെയാണ്? മുസ്ലിങ്ങളെ മാത്രമാണോ? ഇതിൻ്റെ ഒരു അനന്തരഫലം അനുഭവിക്കുന്നത് ആരൊക്കെയാ? രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കല്ലേ. മുസ്ലിമിന് വേറെ പഞ്ചസാര, ക്രൈസ്തവന് വേറെ പഞ്ചസാര, ഹിന്ദുവിന് വേറെ പഞ്ചസാര, അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഇത് എന്തുമാത്രം ഒരു കീഴടങ്ങുകയെന്നൊന്നും പറഞ്ഞാൽ ഇതിന് ശരിയാവില്ല. നീ എന്ത് വാക്ക് ഉപയോഗിച്ചതിനെ വർണ്ണിക്കണം അല്ലെങ്കിൽ വിവരിക്കണം എന്നുള്ളതും എനിക്ക് മനസ്സിലാവുന്നില്ല. കീഴടങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ പല രീതിയിൽ ഭയപ്പെട്ടിട്ടൊക്കെ കീഴടങ്ങാം. ഇത് മറ്റൊരു തലത്തിലാണല്ലേ. ഇതിപ്പോൾ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വല്ലാതെ വൈറലാവുന്ന ഒരു വീഡിയോ ആണ് ഇത്. പല ആളുകൾ ഇത് റീപോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, എങ്ങനെയാണ് ഇതൊക്കെ, ഇത് എങ്ങനെയാത് ഇങ്ങനൊരു ഡയലോഗ്? ഇതിപ്പോൾ പെട്രോളിൻ്റെ വില കൂടിയത് മുസ്ലിങ്ങളുടെ ആയിക്കോട്ടെ. ഇത് ഞാനിങ്ങനെ കരുതുകയാണ്, സംഘ് പരിവാറിൻ്റെ ഒരു വിജയം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയും ആളുകളുണ്ട് എന്നുള്ളതാ. എന്ത് ചെയ്തിട്ടും അത് ഞങ്ങൾ മുസ്ലിങ്ങളൊരു പാഠം പഠിപ്പിക്കാൻ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു, ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു. അത് അവർക്കത് കൃത്യമായ ന്യായീകരണമായി മാറുന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ ആളുണ്ട് എന്നുള്ളതാണ് സംഘ് പരിവാറിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തലമുറയുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ഒരു വ്യത്യാസം കാണുന്നത്. എന്താണെന്നറിയോ? അങ്ങനെ ഒരു തലമുറ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഈ തലമുറ ഏത് വിഭാഗത്തിൽ പെടുന്നതാ? ഈ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന കൂട്ടത്തിൽ പെടുന്നത് അല്ലേ? ആണ്. എന്നാൽ ഇതേ ക്യാപ്സ്യൂളുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ അന്ധഭക്തരായിട്ട് ഒരു ജൻസിയിൽ പെടുന്ന ആരെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? കാണാൻ കഴിയുന്നില്ല. അവിടെയാണ് സംഘ് പരിവാർ എന്തുകൊണ്ട് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല തച്ച് തകർക്കുന്നു എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ന്യായം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. കാരണം വിദ്യാസമ്പന്നരായ ആളുകളെ കിട്ടിയാൽ ഇത്തരം ന്യായീകരണങ്ങൾക്ക് അവരെ കിട്ടില്ല. അവരതിന് കിട്ടില്ല എന്ന് മാത്രമല്ല, ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ വിദ്യാസമ്പന്നരായ ഒരു കൂട്ടമുണ്ടാകും. അതില്ലാത്തവർ ഇത്തരം ന്യായീകരണങ്ങളുമായിട്ട് ഇറങ്ങി പുറപ്പെടും. അപ്പം
എങ്ങനെയാണ് കൺവിൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. RSSും മോഡിയുടെയും ഒരു പ്രത്യേക സ്ട്രാറ്റജിയാണെന്നാണ് പറയുന്നത്, രാജ്യത്തെ മുസ്ലിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുക, ഒരു 14-15% ആണ് രാജ്യത്ത് മുസ്ലിങ്ങളുള്ളത്. ഏത് ഇപ്പോൾ ഒരു എക്സാക്റ്റ് കണക്ക് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഈ അടുത്തൊരു കണക്ക് പറയുകയാണെങ്കിൽ ഇത് 2011 സെൻസസ് പ്രകാരമുള്ള കണക്കാണ്. ഇനിയിപ്പോൾ ഇപ്പം സെൻസസിൻ്റെ പ്രോസസ്സിങ് ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഈ സെൻസസ് പൂർത്തിയായിട്ട് ഒരു പുതിയ കണക്ക് വരും. അന്ന് നമുക്ക് മനസ്സിലാവും ഈ രാജ്യത്തിൻ്റെ പോപ്പുലേഷനെ കുറിച്ചുള്ള ഒരു എക്സാക്റ്റ് ഫിഗർ വരും. കാരണം 2011 കഴിഞ്ഞിട്ട് ഇപ്പോൾ 16 വർഷമായി അല്ലേ. അപ്പോൾ ആ കണക്ക് പ്രകാരം 15% രാജ്യത്ത് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം ഈ 15% ആളുകൾ ഉപയോഗിക്കുന്നതായിരിക്കോ കൂടുതൽ, അതല്ല ബാക്കിയുള്ള 85% ആളുകൾ ഉപയോഗിക്കുന്ന പഞ്ചസാരയുടെ അളവായിരിക്കുമോ കൂടുതൽ? ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുക. ഇതിപ്പോൾ പെട്രോൾ 50 രൂപക്ക് പെട്രോൾ തരുന്നായിരുന്നു ആദ്യം പറഞ്ഞത് അല്ലേ. 50 റുപ്യക്ക് പെട്രോൾ തരും. ഈ 50 റുപ്യക്ക് പെട്രോൾ തരുമെന്ന് പറഞ്ഞിട്ട് അതും ഇപ്പം ഈ അന്ധഭക്തരിന് ഈ 50 റുപ്യക്ക് പെട്രോൾ കിട്ടുന്നുണ്ടോ? മുസ്ലിമിനൊരു പെട്രോൾ പമ്പ്, അന്ധഭക്തർക്ക് മറ്റൊരു പെട്രോൾ പമ്പ്. അവിടെ 50 റുപ്യ, ഇവിടെ 120, 115 വാട്ട് എവർ ഇറ്റ് മേ ബി. അങ്ങനെയാണോ? അപ്പം എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ബുദ്ധിയെ ഇങ്ങനെ കീഴടക്കാൻ കഴിയുന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. നമ്മൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യന്മാർക്കൊരു കോമൺ സെൻസ് എന്ന് പറയുന്നുണ്ടാവുമല്ലോ. അപ്പം അതിൽ ഞാൻ പറയാം, ഇപ്പം നമ്മളൊരു ആ തീയിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് കൈ കൊണ്ടുപോയി കഴിഞ്ഞാൽ, അത് നമ്മൾ സ്പർശിച്ച് കഴിഞ്ഞാൽ നമ്മളെ കൈ പൊള്ളും, അല്ലെങ്കിൽ നമ്മളെ ശരീരം പൊള്ളും, അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്ത് അതിലേക്ക് ഇട്ടാൽ അത് കത്തിപ്പോകും. ഇതൊരു മനുഷ്യൻ്റെ കോമൺ സെൻസാണ് അല്ലേ. ഇപ്പം തീ കണ്ടാൽ ആരും അതിലേക്ക് പോയിട്ട് കൈവെക്കുമോ? ഇപ്പം ഞാൻ ചോദിക്കുന്നത് സ്വാഭാവികമല്ല. ഇപ്പം രാജ്യത്ത് ഒരു സാധനത്തിൻ്റെ വിലക്കയറ്റം ഉണ്ടാകുന്നു, വല്ലാതെ വർദ്ധിക്കുകയാണ് വില. അപ്പോൾ അവിടെ ഈ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പാർശ്വഫലം അനുഭവിക്കുന്നത് ആരാ? രാജ്യത്തെ എല്ലാ ജനങ്ങളും, എല്ലാവരും അനുഭവിക്കും. അതിപ്പോൾ പഞ്ചസാരയാവട്ടെ, പെട്രോൾ ആവട്ടെ, എന്തുമാവട്ടെ, എല്ലാ ജനങ്ങളും അത് അനുഭവിക്കും അല്ലേ. അവിടെ അത് മുസ്ലിങ്ങൾക്കും അവരൊരു പാഠം പഠിപ്പിക്കാനാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ രാജ്യത്ത് അന്ധഭക്തരുണ്ട്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഒരു എന്താ പറയേണ്ടത്, ഒരു വലിയ ബുദ്ധിമുട്ട്, ഒരു ക്രൈസിസ് അല്ലോ. ഇപ്പോൾ പഞ്ചസാരയുടെ വില വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെയൊക്കെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ ഈ പഞ്ചസാര എന്ന് മാത്രമല്ല, എന്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുക എന്ന് പറഞ്ഞാലും. അപ്പോൾ അങ്ങനെ അത് വില വർദ്ധിക്കുമ്പോൾ അതിന് എന്താ കാരണമെന്ന് ചോദിക്കുമ്പോൾ അത് മുസ്ലിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാനാണ് എന്നൊരു മറുപടി പറയുമ്പോൾ ആ മറുപടിയിൽ ഒരു തൃപ്തി കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ സംഘ് പരിവാർ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിലേക്ക് കുത്തി നിറച്ചിരിക്കുന്ന വെറുപ്പും വിദ്വേഷവും എത്രത്തോളമാണെന്ന് ആലോചിക്കണം. കാരണം 40 രൂപയുണ്ടായിരുന്ന പഞ്ചസാര അത് 65 രൂപയാകുമ്പോൾ എന്തേ അത് വർദ്ധിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് രാജ്യത്തെ മുസ്ലിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാനാണ് എന്ന ഒരു ന്യായീകരണം സംഘ് പരിവാരവും RSSും മുന്നോട്ട് വെക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന ഒരു കൂട്ടം ആളുകൾ രാജ്യത്തുണ്ടെങ്കിൽ അതെന്താ അതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. എന്ത്? ഞങ്ങളിത് മുസ്ലിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി, അവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി, അവരൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് പഞ്ചസാരൻ്റെ വില കൂട്ടിയത്, രാജ്യത്ത് അവരാണ് ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉപയോഗിക്കുന്നത് എന്നൊരാൾ മറുപടി പറയുമ്പോൾ അത് ഉൾക്കൊള്ളാണ്. അത് ഉൾക്കൊള്ളുന്നത് മാത്രമല്ല, അതൊരു ന്യായീകരണമായിട്ട് അവർക്ക് തോന്നുകയാണ്. ഒരു കൃത്യമായ ന്യായമാണ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് പഞ്ചസാരയുടെ വില കൂടുന്നത് കുഴപ്പമില്ല, ഞാനതിൽ സാറ്റിസ്ഫൈഡ് ആണ് എന്നൊരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ കുത്തി നിറക്കപ്പെട്ടിരിക്കുന്ന വിദ്വേഷവും വെറുപ്പും എത്രത്തോളമുണ്ട്. അപ്പൊ ജനങ്ങളെ മാക്സിമം
നമ്മൾ ഇപ്പോൾ വലിയ സ്വാതന്ത്ര്യ സമരം നടത്തി, വലിയ പോരാട്ടങ്ങൾ നടത്തി നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്ത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രിട്ടീഷുകാരുടെ ആയുധം എന്തായിരുന്നു? ഈ ജനങ്ങളെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക അല്ലേ ആയിരുന്നു. അതേ തന്ത്രത്തിലൂടെ അത് കഴിഞ്ഞ് ആ ഒരു ഡിവിഷൻ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയേണ്ടത്, ഒരു ക്യാൻസർ, അതിനെ നമ്മൾ അതിജീവിച്ചിങ്ങനെ വരികയായിരുന്നു. വീണ്ടും ആ ഡിവിഷൻ തന്നെ രാജ്യത്തെ ജനങ്ങളുടെ ഉള്ളിൽ വീണ്ടും കുത്തി നിറച്ചു, വെറുപ്പും വിദ്വേഷവും. അപ്പോൾ ഈ വെറുപ്പും വിദ്വേഷവും രാജ്യത്ത് സംഘ് പരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഭരണം നിലനിർത്താൻ അവർക്ക് മറ്റൊന്നും ആവശ്യമില്ല. ഈ വെറുപ്പും വിദ്വേഷവും മതി. എന്ന് പറഞ്ഞാൽ രാജ്യത്ത് വികസന പ്രവർത്തനങ്ങൾ വേണ്ട, രാജ്യത്തിൻ്റെ വളർച്ച വേണ്ട, രാജ്യത്ത് സാമ്പത്തിക വളർച്ച വേണ്ട, ആരോഗ്യ മേഖല വളരണ്ട, വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകണ്ട, ഒന്നും വേണ്ട. ഈ വെറുപ്പും വിദ്വേഷവും കുത്തി നിറച്ചാൽ തങ്ങൾക്ക് അധികാരം നിലനിർത്താൻ കഴിയും എന്നതിൻ്റെ അവർ സംഘ് പരിവാർ അങ്ങനെ വിശ്വസിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം ഈ പറഞ്ഞു കേൾക്കുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, എത്രമാത്രം കൃത്യമായിട്ടാണ് ഇത് പറഞ്ഞു വെക്കുന്നത് എന്ന്. 1 കിലോ പഞ്ചസാരയുടെ വിലയിൽ ഒരു 40% വരുന്ന വർധനവാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താ? അപ്പം ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വെറുപ്പും വിദ്വേഷവും എത്രമാത്രം കുത്തി നിറക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. മറ്റേത്, ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താ? യഥാർത്ഥ കാരണം രാജ്യത്തെ എത്തനോൾ നിർമ്മാണമാണ്. ആ എത്തനോൾ നിർമ്മാണത്തിന് വേണ്ടി ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഒരു 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 സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനന്തര ഫലമാണ് ഇപ്പോൾ ഈ പഞ്ചസാരയുടെ വിലയിൽ ഇത്ര വർധനമുണ്ടാവാൻ കാരണം. അപ്പോൾ യഥാർത്ഥത്തിൽ സംഘ് പരിവാർ, ഈ പറയുന്ന സംഘ് പരിവാർ അന്ധഭക്തരായിട്ടുള്ള ആളുകളെ പോലും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക. ഏതൊക്കെ രീതിയിൽ? ഇപ്പോൾ ഈ എത്തനോൾ നിർമ്മാണം കൊണ്ടുണ്ടായ എന്തൊക്കെ ബുദ്ധിമുട്ടുകളെ നോക്കൂ നിങ്ങൾ. ഒന്ന്, പെട്രോളുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ, മൈലേജ്, വാഹനങ്ങളുടെ കേടുപാടുകൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. പിന്നെ രണ്ടാമത്തത് എത്തനോളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പഞ്ചസാരയുടെ പ്രശ്നം. ഇതൊക്കെ രാജ്യത്ത് മുസ്ലിം ആണെങ്കിലും ഹൈന്ദവനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും, ഇനി സംഘ് പരിവാറുകാരനാണെങ്കിലും കോൺഗ്രസ്സുകാരനാണെങ്കിലും മാർക്സിസ്റ്റുകാരനാണെങ്കിലും ഇനി ആം ആദ്മി പാർട്ടിക്കാരനാണെങ്കിലും, രാജ്യത്തിന് എന്ത് പാർട്ടിയാണെങ്കിലും ശരി, എന്ത് പാർട്ടി ഇല്ലാത്തവനാണെങ്കിലും ശരി, രാഷ്ട്രീയക്കാരനാണെങ്കിലും ശരി, കർഷകനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, എല്ലാ സൈഡ് എഫക്റ്റുകളും എല്ലാവരും അനുഭവിക്കുക. അപ്പോൾ യഥാർത്ഥ കാരണം മറച്ചു വെക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വെറുപ്പാണ് ഇതിൻ്റെയൊക്കെ കാരണമെന്ന് ഇവരെ കൊണ്ട് വിശ്വസിപ്പിക്കാനും സാധിക്കുന്നു. അല്ലേ? ജനങ്ങളുടെ മനസ്സിൽ ഇത്രമാത്രം വെറുപ്പ് കുത്തി നിറച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അപകടകരമായ ഒരു സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ പഞ്ചസാരയുടെ വില വർദ്ധിക്കുന്നു, അത് എന്നെ ബാധിക്കുന്നു. ഇപ്പം ഞാൻ എന്നിട്ട് പറയാണ്, അല്ല അത് അവനെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്, അതുകൊണ്ട് തന്നെ ബാധിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവനോടുള്ള എൻ്റെ വെറുപ്പ് എത്രത്തോളമാണ്? കാരണം ഇതിൽ സാറ്റിസ്ഫൈഡാണ്. കാരണം അത് അവനെ ദ്രോഹിക്കാനായതുകൊണ്ട് ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡാണ്, എനിക്കിതൊരു പ്രശ്നമേ അല്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വെറുപ്പും വിദ്വേഷവും എത്രത്തോളമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ ഈ രീതിയിൽ രാജ്യത്തെ ജനങ്ങളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു സംഘ് പരിവാരം. അവരുടെ മനസ്സിൽ അത്രമാത്രം വെറുപ്പും വിദ്വേഷവും കുത്തി നിറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.